നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നമ്മളെല്ലാവരും ഒരുപാട് കണ്ണുനീർ ഒഴുക്കിയിട്ടുണ്ട്. ഒരുപാട് വേദനയോടെ നമ്മൾ ആർത്തലച്ച് കരഞ്ഞിട്ടുണ്ട്. 2019 ജനുവരി 2-ാം തീയതി പുലർച്ചെ 3:45 എന്ന് പറയുന്ന ആ സമയം കഴിഞ്ഞതിന് ശേഷം രാവിലെ ആയപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു ചിരിയോടുകൂടി ഓരോ ഹിന്ദുവിനെയും പരിഹസിച്ചുകൊണ്ട് അവന്റെ നെഞ്ച് കലക്കുന്ന രീതിയിൽ ഒരു പ്രഖ്യാപനം നടത്തി. ശബരിമലയോ, അവിടെ സ്ത്രീകൾ പ്രവേശിച്ചല്ലോ, ആചാരലംഘനം നടന്നു കഴിഞ്ഞല്ലോ എന്ന് വളരെ ക്രൂരമായിട്ട് അയാളുടെ സ്വതസിദ്ധമായിട്ടുള്ള ആ ക്രൂരമായിട്ടുള്ള ചിരിയോടുകൂടി പറഞ്ഞ സമയത്ത് ഓരോ ഹിന്ദുവിന്റെയും ഹൃദയം പൊട്ടി കരഞ്ഞിട്ടുണ്ട്, ഹൃദയം പൊട്ടി ശപിച്ചിട്ടുണ്ട്, ഹൃദയം പൊട്ടി ഭഗവാനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഭഗവാനെ നോക്കിക്കോണേ, ഭഗവാനെ ഇതിന് പിറകിൽ കളിച്ച എല്ലാവന്മാർക്കും കൊടുക്കണേ എന്ന് ഓരോ ഹിന്ദു വിശ്വാസിയും ഉറക്കെ ജപിച്ചിട്ടുണ്ട്, മനസ്സുകൊണ്ട് ശപിച്ചിട്ടുണ്ട്, കണ്ണീരോടുകൂടി പ്രാഗിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് അതിനെല്ലാം ഫലമുണ്ടായിരിക്കുന്നു. ശബരിമലയിൽ നിന്ന് മാത്രമല്ല, ശബരിമലയുമായി ബന്ധപ്പെട്ട ക്ഷേത്രമായിക്കോട്ടെ, ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ക്ഷേത്ര മുതലുകളിലൊക്കെ ഏറ്റവും ചിരപുരാതനമായിട്ടുള്ള, എന്തിനേറെ ശബരിമലയുടെ താഴികക്കുടം വരെ അഴിച്ചു മാറ്റിയിരിക്കുന്നു. ഇനിയോ വാജിവാഹനം എന്നറിയപ്പെടുന്ന ശബരിമല അയ്യപ്പന്റെ ആ ചിഹ്നമായിട്ടുള്ള അതടിച്ചു മാറ്റിയിരിക്കുന്നു. എന്താണ് താഴികക്കുടത്തിൽ ഇവർക്ക് അടിച്ചു മാറ്റാൻ മാത്രം ഇത്ര വലിയ സംഭവം എന്ന് ചിന്തിക്കുന്നവർക്കാണ്. നമ്മൾക്കറിയാം, ഇറിഡിയം എന്ന് പറയുന്ന ഒരു പവറുണ്ട്. ആറ്റം ബോംബ് ഉണ്ടാക്കാൻ വരെ ഉപയോഗിക്കുന്ന സാധനമാണെന്നാണ് എൻ്റെ ഒരു ചെറിയ അറിവ്. എന്തായാലും ഈ ഇറിഡിയം വരെ സ്റ്റോർ ചെയ്തിട്ടുള്ള താഴികക്കുടം വരെ അടിച്ചു മാറ്റിയിട്ടുണ്ട്. എന്തിനേറെ ദേവസ്വം ബോർഡിന് കീഴെയുള്ള ഒട്ടേറെ ക്ഷേത്രങ്ങളിലെ ഒട്ടേറെ അമൂല്യ വസ്തുക്കൾ അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഞാൻ ഇനി നിങ്ങൾക്ക് ഒരു കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോസ് കാണിച്ചു തരാം. ഒരു വലിയ തട്ടിപ്പ് സംഘത്തിന്റെ ഒരു നേതാവ്, ഒരു സ്ത്രീയാണ്. ഒന്ന് കണ്ടു നോക്കാം നമ്മൾക്ക്. ഈ സ്ത്രീ കോൺഗ്രസിന്റെ സമുന്നത നേതാവാണ്, ഇറ്റലിക്കാരിയാണ്. ഇവർ അവിടെ അന്റോണിയോ മൈനോ എന്ന് അറിയപ്പെടുന്ന ഇറ്റലിക്കാരി ബാറിൽ വല്ല നർത്തകിയോ ഒഴിപ്പ് കൊടുപ്പുകാരിയോ ഒക്കെ ആയിരുന്നു. പക്ഷേ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയെ വളച്ചൊടിച്ചെടുത്തുകൊണ്ട് രാജീവ് ഗാന്ധിയുടെ ഭാര്യയാവുന്നു. അതിനുശേഷം ഭാരതം ഭരിച്ചത് പിൻസീറ്റിൽ ഇരുന്നു കൊണ്ട് ഇവർ തന്നെ ആയിരുന്നു എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് അന്താരാഷ്ട്രീയ തലത്തിൽ എത്രത്തോളമാണ് ഭാരതത്തിന്റെ ഭരണം അട്ടിമറിക്കാൻ, അതല്ലെങ്കിൽ മുസ്ലിം ജിഹാദികൾക്ക്, ഇസ്ലാമിക ഭീകരർക്ക് കൂട്ടിക്കൊടുക്കാൻ വേണ്ടി ഏതൊക്കെ രീതിയിൽ ആസൂത്രണം നടന്നിരിക്കുന്നു എന്നുള്ളതിന്റെ ഞെട്ടിക്കുന്ന കാര്യം നമ്മൾ അറിയേണ്ടത്. നോക്കൂ, ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നറിയപ്പെടുന്ന ഇന്ന് റിമാൻഡിലുള്ള ഈ ക്രൂരനായിട്ടുള്ള, അതല്ലെങ്കിൽ ഇടനിലക്കാരനായിട്ടുള്ള വലിയ വലിയ തിമിംഗലങ്ങളുടെ, എന്തിനേറെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയിലേക്ക് വരെ ഒരു പക്ഷേ എത്തിയേക്കാവുന്ന, ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടൽ തുടർന്നുമുണ്ടായാൽ എത്തിയേക്കാവുന്ന ആ രീതിയിലുള്ള ഒരു ക്രിമിനൽ, ആ ഒരു ഇടനിലക്കാരൻ പോറ്റി എന്ന് നമ്മളൊക്കെ എത്ര ഭവ്യതയോടെ ബഹുമാനത്തോടെ സൂചിപ്പിക്കുന്ന ഒരു പേരാണ്. പൂണൂലിട്ട് ക്ഷേത്രങ്ങൾ ആചരിക്കുന്ന ക്ഷേത്ര പൂജ നടത്തുന്ന ആ പോറ്റി എന്ന് പറയുന്ന ആ സമൂഹത്തെ, ആ സമുദായത്തെ ഒന്നടങ്കം അപമാനിച്ചുകൊണ്ട് എക്കാലവും ശബരിമല ക്ഷേത്രത്തിലെ സ്വർണം കട്ട കള്ളന്മാർ, ആ കൂട്ടത്തിൽ പോറ്റി എന്നറിയപ്പെടുന്ന ഇവനും പെട്ട് ആ സമുദായത്തെ, അതല്ലെങ്കിൽ അക്കൂട്ടരെ എത്രത്തോളം നാണം കെടുത്തിയെന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ട് ഒരുപാട് എംപിമാരും ഈ പറയുന്ന കോൺഗ്രസിന്റെ സമുന്നത നേതാക്കളും ഒക്കെ ഈ ശബരിമല കട്ട പ്രധാന കള്ളന്റെ, ഇടനിലക്കാരന്റെ കയ്യിൽ നിന്ന് എന്തൊക്കെയോ വാങ്ങിക്കൂട്ടി എന്ന് സംശയിക്കുന്ന രീതിയിൽ തന്നെ. നോക്കൂ, ഈ അന്റോണിയോ മൈനോ എന്നറിയപ്പെടുന്ന ഈ നാട്ടിലെത്തിയപ്പോൾ സോണിയ ഗാന്ധിയെയും അറിയാം. ഈ സോണിയയുടെ അനിയത്തിക്ക് ഈ വസ്തുക്കൾ എടുക്കുന്ന ഒരു പരിപാടി, ഒരു കച്ചവടം വിദേശത്തുണ്ട്. ഇറ്റലിയിലുമായിട്ടും മറ്റു ഒട്ടേറെ രാജ്യങ്ങളിൽ ഉണ്ട് എന്ന് അറിയേണ്ടതുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് വിളിക്കുന്ന ഇവന് ചുക്കാൻ പിടിച്ചിരുന്ന മുരാരി ബാബുവും, അതല്ലെങ്കിൽ എൻ വാസു എന്ന് പറയുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും, എം പത്മകുമാർ എന്ന് പറയുന്ന മുൻ CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MLA-യും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന ഇവന്മാരും ഒക്കെ ആയിട്ട് കൂട്ടുകച്ചവടം നടത്തി ഈ ചങ്ങാതി ഒട്ടേറെ തവണ സോണിയ ഗാന്ധി എന്ന് വിളിക്കുന്ന സോണിയ ഗണ്ഡിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വിദേശത്തൊട്ടേറെ തവണ പോയിട്ടുണ്ടായിരുന്നു. എന്തിനെന്ന് ചോദിക്കുമ്പോഴാണ് ഇത് CBI അന്വേഷിച്ചാലും പോരാ, ഇന്റർപോൾ തന്നെ അന്വേഷിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു.
ആന്റോണിയോ മൈനോ എന്ന ഈ സോണിയ ഗണ്ഡിയുടെ നേതൃത്വത്തിൽ ഈ ശബരിമലയായാലും ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും കട്ടെടുത്തിട്ടുള്ള കളവ് മുതലുകൾ ഓരോ ഹിന്ദുവിന്റെയും ഓരോ രൂപയുടെയും അതല്ലെങ്കിൽ ഓരോ കണ്ണീർത്തുള്ളിയുടെ ഫലമായിട്ടുള്ള ഭഗവാന് കൊടുക്കുന്ന ആ പണത്തിൽ നിന്നുള്ള മുതലുകളൊക്കെ കട്ടെടുത്തുകൊണ്ട് വിദേശത്തേക്ക് എത്തിച്ചു എന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റപ്പെടുത്താനാവാത്ത രീതിയിലാണ് തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണോ നിന്റെയൊക്കെ ഭഗവാൻ കൃഷ്ണൻ ഇരിക്കുന്നതെന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ നിന്നുകൊണ്ട് കൈ ചൂണ്ടിക്കൊണ്ട് അഹങ്കാരത്തോടു കൂടി സംസാരിച്ച പിണറായി വിജയ, നീ കേൾക്കുക. അതേടോ, ഞങ്ങളുടെ ഭഗവാൻ അവിടെയുമുണ്ട്, എവിടെയുമുണ്ട്, തൂണിലും തുരുമ്പിലുമുണ്ട്. അതുകൊണ്ടാണ് നിന്റെയൊക്കെ ഒരു MLA ആയിരുന്ന ഒരുത്തൻ തന്നെ, നീയൊക്കെ നിയമിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ തന്നെ ഇന്ന് ഉണ്ടതിന്നുകൊണ്ട് ഹൈക്കോടതി ഇടപെട്ടത് കൊണ്ട് മാത്രം ജയിലിന്റെ അറകൾക്കുള്ളിൽ ജയിലിലായത് എന്ന് ഓരോ ഹിന്ദുവും വിശ്വസിക്കുന്നുണ്ടോ? നീ ചോദിച്ചില്ലേടാ അത്? അവിടെയാണോ നിന്റെയൊക്കെ ദൈവം? ഇവിടെയാണോ നിന്റെയൊക്കെ ദൈവം? ശബരിമലയിൽ ആചാരലംഘനം നടന്നല്ലോ, സ്ത്രീകൾ പ്രവേശിച്ചല്ലോ എന്ന് എവിടെയോ കടന്ന രണ്ടെണ്ണത്തെ പിടിച്ച് പോലീസിന്റെ അകമ്പടിയോടുകൂടി, പോലീസിന്റെ സംരക്ഷണയോടുകൂടി ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങളുടെ ക്ഷേത്രമായിട്ടുള്ള ശബരിമലയിലേക്ക് ആചാരലംഘനം നടത്താൻ വേണ്ടി പിണറായി വിജയ നീ കെട്ടിയെഴുന്നള്ളിച്ച ആ സമയത്ത് 20ൽ 19 സീറ്റും നിങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് പിടിച്ചു മാറ്റിക്കൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന മറ്റു വഞ്ചന പാർട്ടിക്ക് കൊടുത്തുകൊണ്ട് ഇവിടുത്തെ ഹിന്ദുക്കൾ, കമ്മ്യൂണിസ്റ്റുകാർ ജയിക്കാതിരിക്കാൻ വേണ്ടി ആ സമയം നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിങ്ങളെ തോൽപ്പിച്ചു. പിന്നീടും മണ്ടൻ ഹിന്ദു എന്നും മണ്ടൻ തന്നെയാണെന്ന് തെളിയിച്ചുകൊണ്ട് പിണറായി വിജയനെ വീണ്ടും വീണ്ടും വിജയിപ്പിക്കുന്ന രീതിയിലേക്ക് ഓരോ ഹിന്ദുവും വോട്ടുകുത്തി വിജയിപ്പിച്ചു. പക്ഷേ അവസാനം കളം നിറഞ്ഞു കളിക്കുന്ന അയ്യപ്പ സ്വാമിയെ തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരടക്കം പത്മകുമാർ ആയാലും N വാസു ആയാലും മുരാരി ബാബു ആയാലും ഇത്തരത്തിലുള്ള ഇനി എന്തിനേറെ കടകംപള്ളി സുരേന്ദ്രൻ വരെ ഉള്ളിലേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല എന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. മറ്റൊരു പേര് കൂടി ഉയർന്നു കേൾക്കുന്നു, കേട്ടില്ലേ നിങ്ങൾ? ശബരിമല തന്ത്രിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് പരിചയപ്പെടുത്തി തന്നത് എന്ന് ഈ പറയുന്ന M പത്മകുമാർ മൊഴി കൊടുത്തു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ ഈ ശബരിമല തന്ത്രിയായിട്ട് നിയമിതനാവുന്ന ആളുകളുടെ മേലേക്ക് കൂടി ഓരോ ഹിന്ദുവും സംശയത്തോടുകൂടി കണ്ണു പായിക്കുമ്പോൾ അതിലൂടെ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന ഇന്നത്തെ മന്ത്രി, അന്നത്തെ ദേവസ്വം ബോർഡ് മന്ത്രി, അയാളെ രക്ഷിച്ചെടുക്കാനുള്ള ത്വര കൂടി നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഒരു കോൺഗ്രസ്സുകാരനും ഒരു ഈ പറയുന്നത് ഈ നാട്ടിലുള്ളതായാലും വേണ്ടില്ല, നാഷണൽ ലെവലിലായാലും വേണ്ടില്ല, ആ ലെവലിലുള്ള ഒരു കോൺഗ്രസ്സുകാരനും നിശബ്ദത പാലിച്ചുകൊണ്ട് ഈ ശബരിമല വിഷയത്തിൽ ശക്തമായി രംഗത്ത് വരാത്തത് എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അവർക്കുള്ള ഉത്തരം കൂടിയാണിത്. എന്തായാലും എന്റെ അയ്യൻ ഒരാളെയും വെറുതെ വിടില്ല. ആ ഭഗവാന്റെ ശക്തി കൃത്യമായിട്ട് മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കുമുള്ള വലിയ വലിയ പാഠമായിക്കൊണ്ട് തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ തെളിവുകൾ ഇനിയും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്റെ ഭഗവാന്റെ ശക്തി, എന്റെ ഭഗവാൻ എവിടെ ഇരിക്കുന്നു എന്ന് മനസ്സിലാവാത്തവന്മാർക്ക് വേണ്ടി മാക്സിമം മനസ്സിലാവാൻ വേണ്ടി ഈ വീഡിയോ എത്താനുള്ള എല്ലാ കാര്യങ്ങളും മാന്യ പ്രേക്ഷകർ ചെയ്യേണ്ടതുണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെ മാക്സിമം ഇതെല്ലായിടത്തേക്കും എത്തിക്കുക. ഈ ചിത്രം എല്ലാവരും കാണട്ടെ.